അർജന്റീന എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് മെസ്സിയും മറഡോണയും അതുപോലെ അവരുടെ ജേഴ്സിയും ഫുട്ബോളും ഒക്കെയാണ്. അർജന്റീനനെ ഔദ്യോഗികമായിട്ട് അർജന്റീന റിപ്പബ്ലിക് എന്നാണ് അറിയപ്പെടുന്നത്. ബ്രസീൽ കഴിഞ്ഞാൽ ഈ തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യമാണ് അർജന്റീന. ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് 4.5 കോടി ആൾക്കാർ വരും കേട്ടോ. അതിൽ 88% ആളുകൾ ക്രിസ്ത്യാനിറ്റിയിലാണ് വിശ്വസിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള ഒരു മതങ്ങളിലൊന്നും വിശ്വസിക്കാത്ത ആൾക്കാരാണ്. ഇവിടുത്തെ ഭാഷ എന്ന് പറയുന്നത് സ്പാനിഷ് ആണ്. മുഴുവൻ ആൾക്കാരും സ്പാനിഷ് ആണ് സംസാരിക്കുന്നത്. പണ്ട് ഇത് സ്പെയിനിന്റെ കീഴിലായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഈ ഒരു ഭാഷ ഇത്രയും അധികം ആളുകൾ സംസാരിക്കുന്നത്. ഇവിടെ ഒരു തരി പോലും ആൾക്കാർക്ക് ഇംഗ്ലീഷ് ഭാഷ അറിയില്ല കേട്ടോ. നമ്മളിപ്പോൾ ചൈനയിൽ പോയി കഴിഞ്ഞാൽ മുഴുവൻ ആൾക്കാരും ചൈനീസ് സംസാരിക്കും എന്ന് പറയുന്ന പോലെ ഇവിടെ എല്ലാവരും സ്പാനിഷ് ആണ് സംസാരിക്കുന്നത്. ഇവിടുത്തെ കറൻസി എന്ന് പറഞ്ഞാൽ അർജന്റീൻ പെസോ എന്നാണ് പറയുന്നത്. അതായത് ഒരു പെസോ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രൂപയിൽ നോക്കുകയാണെങ്കിൽ 8 പൈസയോ 10 പൈസയൊക്കെ ഉണ്ടാവുള്ളൂ. 1000 പെസോ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നമ്മുടെ ഒരു 85 രൂപ 100 രൂപ ആ ഒരു റേറ്റ് ആയിരിക്കും. പിന്നെ ഇവിടെ ബ്ലൂ ഡോളർ എന്ന് പറയുന്ന വേറൊരു സംവിധാനം ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ അൺഒഫീഷ്യൽ ആയിട്ടുള്ള എക്സ്ചേഞ്ചും സംഭവങ്ങളൊക്കെയാണ്. അതിന്റെ റേറ്റുകളൊക്കെ വേറെ ഇരിക്കും. 16-ാം നൂറ്റാണ്ടിലാണ് ഈ പ്രദേശം സ്പാനിഷുകാർ അവരുടെ കോളനി ആക്കുന്നത്. തുടർന്ന് 1810-ലാണ് മെയ് റെവല്യൂഷൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ പോരാട്ടങ്ങളൊക്കെ നടക്കുന്നത്. 1816 ജൂലൈ 9-നാണ് ഈ ഒരു അർജന്റീന സ്പെയിനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നത്. ഈ ലാറ്റിൻ അമേരിക്കയിൽ ചില്ലി കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ മാനവ വികസന സൂചികയുള്ള ഒരു വികസ്വര രാജ്യമാണ് അർജന്റീന. തെക്കേ അമേരിക്കയിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യം കൂടിയാണ്. 23 പ്രവിശ്യകളായിട്ട് കിടക്കുന്ന ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആണ് അർജന്റീന എന്ന് പറയുന്നത്. പടിഞ്ഞാറ് ചില്ലി, വടക്ക് ബൊളീവിയ, പരാഗ്വേ, വടക്ക് കിഴക്ക് ഭാഗത്ത് ബ്രസീല്, കിഴക്ക് ഭാഗത്ത് ഉറുഗ്വേ, തെക്കൻ അറ്റ്ലാന്റിക് സമുദ്രവും പിന്നെ തെക്ക് ഡ്രേക്ക് പാസേജ് എന്ന് പറയും. നമ്മൾ അന്റാർട്ടിക്ക പോകുന്നത് ഡ്രേക്ക് പാസേജ് വഴിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് അർജന്റീനയുടെ അതിർത്തി എന്ന് പറയുന്നത്. അതുപോലെ ഫോക്ലാൻഡ് ദ്വീപുകൾ, സൗത്ത് ജോർജിയ, സൗത്ത് സാൻഡ്വിച്ച് ദ്വീപുകൾ, തെക്കൻ പാറ്റഗോണിയൻ ഐസ് ഫീൽഡ്, പിന്നെ അന്റാർട്ടിക്കയുടെ വലിയൊരു ഭാഗം, ഇതൊക്കെ അർജന്റീനയുടെ ആണെന്നാണ് ഇവര് അവകാശപ്പെടുന്നത്. പക്ഷേ മറ്റ് രാജ്യങ്ങളൊന്നും ഇത് അംഗീകരിക്കുന്നില്ല. അപ്പോൾ അർജന്റീനയുടെ തലസ്ഥാനമാണ് ബ്യൂണസ് ഐറസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ബ്യൂണസ് ഐറസിലാണ്. ഈ രാജ്യത്തെ ഏറ്റവും വലിയ നഗരമാണ് ബ്യൂണസ് ഐറസ്. സ്വയംഭരണമുള്ള ഒരു നഗരം കൂടിയാണ് ബ്യൂണസ് ഐറസ് എന്ന് പറയുന്നത്. വിശുദ്ധ കന്യാമറിയത്തിന്റെ പേരിലാണ് ഈ ഒരു നഗരം അറിയപ്പെടുന്നത്. അവർ ലേഡി ഓഫ് ഗുഡ് എയർ. ബ്യൂണസ് ഐറസ് എന്ന് പറഞ്ഞാൽ നല്ല കാറ്റ് അല്ലെങ്കിൽ നല്ല വായു എന്നാണ് സ്പാനിഷ് ഭാഷയിൽ ഇതിന്റെ അർത്ഥം. മുമ്പ് ഈ അർജന്റീനയുടെ പ്രസിഡന്റ് ആണ് ഇവിടുത്തെ മേയറെ നേരിട്ട് നിയമിച്ചിരുന്നത്. 1994 ഭരണഘടനാ ഭേദഗതി ഈ നഗരത്തിന് സ്വയംഭരണ അവകാശം നൽകി. 1996 ഇവിടുത്തെ പൗരന്മാര് ആദ്യമായിട്ടൊരു ഗവൺമെന്റ് മേധാവിയെ ഇവിടെ തെരഞ്ഞെടുക്കുന്നത്. ബ്യൂണസ് ഐറസ് ഈ സൗത്ത് അമേരിക്കയിലെ ഏറ്റവും ജനസംഖ്യയുള്ള 5ാമത്തെ മെട്രോപൊളിറ്റൻ പ്രദേശമാണ്. ഏകദേശം 1 കോടിയിലധികം ആളുകൾ ഈ നഗരത്തിൽ താമസിക്കുന്നുണ്ട്. ബ്യൂണസ് ഐറസിന്റെ ജീവിത നിലവാരം 2018 ലോകത്തിലെ 91-ാം സ്ഥാനത്താണ്. പക്ഷേ ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും മികച്ചൊരു നഗരം തന്നെയാണ് ഈ ഒരു ബ്യൂണസ് ഐറസ്. ബ്യൂണസ് ഐറസ് എന്ന് പറയുന്നത് ഈ ഒരു സൗത്ത് അമേരിക്കയിലെ ഏറ്റവും വൈവിധ്യമാർന്ന നഗരങ്ങളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. യൂറോപ്യൻ വാസ്തുവിദ്യയും സമ്പന്നമായ സാംസ്കാരിക ജീവിതത്തിനും പേരുകേട്ടതാണ് ബ്യൂണസ് ഐറസ്. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോ നിൽക്കുന്ന എവിടെയെന്ന് അറിയാവോ? സൗത്ത് അമേരിക്കയിലും രാജ്യമായ നമ്മുടെ സ്വന്തം മെസ്സിയുടെ നാട്, നമ്മുടെ മറഡോണയുടെ നാട്. എനിക്ക് ഇപ്പോഴും വിശ്വാസമായിട്ടില്ല കേട്ടോ ഇവിടെ എത്തിയെന്നുള്ളത്. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടാണ് നമ്മൾ ലോങ് ഫ്ലൈറ്റ് ജേണി ഒക്കെ ചെയ്ത് 10-32 മണിക്കൂർ യാത്രയായിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിയത്. സ്ഥലം ഏതാന്നല്ലേ? വേറെ എങ്ങുമല്ല, നമ്മുടെ സ്വന്തം അർജന്റീനയുടെ തലസ്ഥാനമായിട്ടുള്ള ബ്യൂണസ് ഐറസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എനിക്ക് പുറകിൽ BA എന്നൊക്കെ എഴുതിയേക്കുന്നുണ്ട്. ഒരു ചെടിയുടെ ഡിസൈനിലൊക്കെയാണ് ആ BA എന്നുള്ളത്. ആ BA എന്ന് പറയുന്നത് ബ്യൂണസ് ഐറസിന്റെ ഷോർട്ട് ഫോം ആയിട്ട് എഴുതി വെച്ചേക്കാണ്. അങ്ങനെ നമ്മുടെ 5ാമത്തെ കോണ്ടിനെന്റ് ആണ്, 5ാമത്തെ ഭൂഖണ്ഡത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. യെസ്, സൗത്ത് അമേരിക്ക, ലാറ്റിൻ അമേരിക്ക. അപ്പൊ നമ്മൾ ശരിക്കും അർജന്റീനയിൽ വന്നിട്ടുള്ളത് അന്റാർട്ടിക്കൻ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ എപ്പിസോഡുകൾ വരും ദിവസങ്ങളിൽ കാണാം. പിന്നെ വിസയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കാം. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബ്യൂണസ് ഐറസിലെ പ്രധാന കാഴ്ചകളായിരിക്കും കേട്ടോ. പുതിയ എപ്പിസോഡിലേക്കും പുതിയ ട്രാവൽ സീരീസിലേക്കും എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ഷെറിൻസ് വ്ലോഗ്. അപ്പോൾ സമയം രാവിലെ 7 മണിയായിട്ടോ. ഞാൻ രാവിലെ തന്നെ ഇങ്ങനെ ഇറങ്ങി ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്. നിറച്ച് തലങ്ങും വിലങ്ങും ബസ്സുകൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളൊക്കെ ജോലിക്ക് പോകാനുള്ള തിരക്കിലാണ്. അപ്പോൾ ബ്യൂണസ് ഐറസിലെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഇന്ന്. ഞാൻ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇവിടെ റെഡ് കത്തുമ്പോൾ കിടക്കാൻ പാടില്ല, സാധാരണ അങ്ങനെ തന്നെയാണല്ലോ എല്ലായിടത്തും. പക്ഷെ ഇവിടെ ഗ്രീൻ കത്തൂല, ഗ്രീനിന് പകരം വെള്ള കളറാണ് കാണിക്കുന്നത്.
ഇപ്പോൾ വൈറ്റ് കത്തി ഞാൻ കാണിച്ചു തരാം കണ്ട. ദേ ഇവിടെ നോക്കിയാൽ ഒരു റോയൽ എൻഫീൽഡിന്റെ ബൈക്കിൽ ഒരാൾ പോകുന്നു. അത് റോയൽ എൻഫീൽഡ് ഒക്കെ ഇവിടെ ഉണ്ടല്ലേ, അത് ശരി. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കേട്ടോ. അത് കണ്ട, ആൾക്കാർക്ക് നടക്കാനുള്ള സംഭവമൊക്കെയാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ ബസ് കണ്ട. ഓ റെഡ് കത്തി. ദേ ഇത് കണ്ട, ഇവിടെ വെള്ള കളറാണ് കത്തുന്നത്. ഇനി കളർ പോയതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. സാധാരണ പച്ചയല്ലേ കത്തുന്നത്, ഇവിടെ മൊത്തം വെള്ളയാണ്. ഇത് കണ്ട, ബസ്സുകളൊക്കെ തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിർത്തി തന്നാണോ? റെഡാണല്ലോ. അവിടെ റെഡ് കത്തി വേണ്ട. അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഈ ബ്യൂണസ് ഐറസിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമുണ്ട്. ഇവിടെ ഒരു സ്മാരകമുണ്ട്. ഇതിനെ ഒബലിക്സ് എന്നാണ് പറയുന്നത്. ഇതൊരു ചരിത്ര സ്മാരകമാണ്. ബ്യൂണസ് ഐറസിന്റെ ഒരു ഐക്കണും കൂടിയാണ് കേട്ടോ. 1936 ഇത് സ്ഥാപിക്കണേ. അർജന്റീനൻ ആർക്കിടെക്റ്റായ ആൽബർട്ടോ പ്രബീഷ് എന്ന് പറയുന്ന ഒരാളാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ 31 ദിവസം കൊണ്ട് ഒരു ജർമ്മൻ കമ്പനിയാണ് ഈ ഒരു ഒബലിക്സ് നിർമ്മിച്ചത്. മുഴുവനായിട്ട് സിമന്റ് കൊണ്ട് നിർമ്മിച്ച ഈ ഒരു സ്മാരകത്തിന് 235 അടി ഉയരമുണ്ട് കേട്ടോ. അതുപോലെ വേറൊരു കാര്യം കേട്ടോ, ഈ ഒബലിക്സ് നിൽക്കുന്ന സ്ഥലത്ത് പണ്ട് ഇവിടെ വിശുദ്ധ നിക്കോളാസിന്റെ പേരിൽ ഒരു പള്ളി ഉണ്ടായിരുന്നു. അത് പിന്നീട് പൊളിച്ചു കളഞ്ഞ് 1812 ഈ ബ്യൂണസ് ഐറസിൽ അർജന്റീനിയൻ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് ഈ പള്ളിയിലായിരുന്നു. ശരിക്കും പറഞ്ഞാലേ ഇവിടെ ഇങ്ങനെ മൊബൈലൊക്കെ പിടിച്ച് നടക്കണ അത്ര സേഫ് അല്ല എന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ പട്ടാപ്പകലായതുകൊണ്ട് അത്ര വലിയ പ്രശ്നമൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ കയ്യിൽ നിന്ന് മൊബൈലൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് പോവുക, അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അത് ഇവിടെ മാത്രമേ ഉള്ളൂ. ലാറ്റിൻ അമേരിക്ക എവിടെ പോയാലും ഇങ്ങനത്തെ പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കുറച്ചൊക്കെ സൂക്ഷിച്ചാണ് നടക്കണം. ഈ സൗത്ത് അമേരിക്കയിൽ കുറച്ചെങ്കിലും സേഫ്റ്റി ഉണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അർജന്റീന. എന്ന് വെച്ചാൽ ഇവിടെയും പ്രശ്നമുണ്ട്. ഇവിടെ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇപ്പം മൊബൈൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ തട്ടിപ്പറിച്ചുണ്ടാക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ബ്രസീലിൽ നിന്ന് ഒരിക്കലും ഇതേപോലെ പബ്ലിക്കായിട്ട് ഇറങ്ങി നടക്കാൻ പറ്റില്ല. ബ്രസീലിലെ റിയോ ഡി ജനീറോ, എൻ്റെ അടുത്ത് പലരും എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്. തോക്കായിട്ട് വന്നിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകും എന്നൊക്കെ. അത്തരത്തിലുള്ള സംഭവമൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ മൊബൈലൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടന്നാൽ ചിലപ്പോൾ പോകാൻ സാധ്യത കുറച്ച് കൂടുതലാണ്. പിന്നെ രാത്രിയിൽ നിന്ന് ഇറങ്ങി നടക്കണം അത്ര സേഫ് അല്ല എന്നൊക്കെയാണ് പറയണത്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം അതിനെക്കുറിച്ച് സേഫ്റ്റി എന്തോരം ഉണ്ടെന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. ആളുകളുടെ റിവ്യൂസ് ഒക്കെ കാണാം. ഞാനേ ബ്യൂണസ് ഐറസിൽ താമസിക്കുന്ന ഹോട്ടലാണ് ഈ പുറകെ കാണുന്നത്. ഇതൊരു വലിയ സ്റ്റാർ ഹോട്ടലാണ്. ഇത് ആക്ച്വലി ഒരു അബദ്ധം പറ്റിയതാണ്ട ഈ സംഭവം. പക്ഷെ കിടിലൻ ഹോട്ടലാണ് കണ്ട. ഇത് എനിക്ക് തോന്നുന്നു 5 സ്റ്റാർ ഹോട്ടലാണെന്ന് തോന്നുന്നു. പക്ഷേ അതെനിക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലായേ. എന്നൊക്കെ കാണിക്കുന്നുണ്ട്. 4 സ്റ്റാർ ആണോ 5 സ്റ്റാർ ആണോ എനിക്ക് അറിയത്തില്ല. എന്തായാലും വലിയ സ്റ്റാർ ഹോട്ടലാണ്, ഭയങ്കര സെറ്റപ്പാണ്. പക്ഷേ ഭയങ്കര റേറ്റ് ഒന്നുമില്ല. 5000 രൂപ ആണ് പെർ ഡേ വരുന്നത്. പക്ഷേ നമ്മുടെ യാത്രകളിൽ സാധാരണ നമ്മൾ ചെയ്യുന്ന പരിപാടി ഹോസ്റ്റലിലൊക്കെയാണ് പോയി താമസിക്കുന്നത്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടവും. കുറേ ആൾക്കാരെ കാണുകയൊക്കെ ചെയ്യാമല്ലോ. റേറ്റും കുറവ്, 1500 രൂപയ്ക്കുള്ള ഇവിടുത്തെ ഹോസ്റ്റലിന്. ഇത് ഞാൻ വിസക്ക് വേണ്ടിയിട്ട് എടുത്ത ഹോട്ടലാണ്. ജസ്റ്റ് നല്ലൊരു ഹോട്ടൽ കാണിക്കാമല്ലോ. വിസയൊക്കെ കിട്ടണ്ടേ. വിസ കിട്ടാനൊക്കെ ആയിട്ട് കുറച്ച് തലവേദനയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനത്തെ ഒരു ഹോട്ടൽ എടുത്താൽ. അപ്പോൾ ഇപ്പോൾ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഇത് ക്യാൻസൽ ചെയ്യാനായിട്ട് മറന്നുപോയി. 2 ദിവസം ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞ് പോയതുകൊണ്ട് ഇനിയിപ്പോൾ ക്യാൻസൽ ചെയ്താലും ആ കാശൊന്നും തിരിച്ചു കിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ താമസിക്കാം, അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഈ ഹോട്ടലിൽ വന്നത്. ഇവിടെ ഇഷ്ടംപോലെ ഹോസ്റ്റൽസ് ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് 1500 രൂപക്കൊക്കെ താമസിക്കാൻ പറ്റുന്ന, അതായത് സോളോ ആയിട്ട് വരുന്ന, നമ്മളെല്ലാ രാജ്യത്ത് പോയാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് താമസിക്കണം. അപ്പം അത്തരം ഹോസ്റ്റലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഉഷ്വായിൽ പോയിട്ട് തിരിച്ച് വരുന്ന സമയത്ത് ഞാൻ ഹോസ്റ്റലിലായിരിക്കും താമസിക്കണം. അപ്പോൾ തൽക്കാലം 2 ദിവസം ഇവിടെ നിന്ന്. ഇവിടെ ഒരു സ്മാരകമൊക്കെ ഉണ്ട്. ഇവിടുത്തെ ബിൽഡിങ്സ് ഒക്കെ ഉണ്ടോ, എന്ത് രസമല്ലേ, ഒരു രക്ഷയില്ലട്ടാ. അതുപോലെ തന്നെ ഇവിടെ നല്ല വൃത്തിയുള്ള ഏരിയയൊക്കെയാണ്. ഇത് നോക്കിയേ, അടിപൊളിയല്ലേ. എല്ലാ സ്ഥലവും നല്ല നീറ്റായിട്ട് വൃത്തിയായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നാം. പക്ഷെ ചില സ്ഥലത്തൊക്കെ വേസ്റ്റ് ഒക്കെ കിടക്കണ കാണാട്ടാ. ഇവിടെ താഴത്തോട്ടൊരു വഴി കാണുന്നുണ്ട്, പക്ഷെ അത് ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു. എനിക്കാണ് റോഡ് ക്രോസ് ചെയ്യാനുള്ള വല്ല സെറ്റപ്പാണോ എന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഇവിടെ സീബ്ര ലൈൻ ഉണ്ട്. ഇതേ ബസ് കണ്ട. ഇതേപോലെ കുറെ ബസ് ഉണ്ട്. ആ ബസ്സിന്റെ കാര്യം പറയാം. ഇവിടെ ഉണ്ടല്ലോ ഹോപ്പ് ഓഫ് എന്ന് പറയുന്ന ഒരു ബസ് ഉണ്ട്. അതുപോലെ തന്നെ ഗ്രേ ലൈൻ എന്ന് പറയുന്ന ഒരു ബസ്സും ഉണ്ട്. അതായത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടുത്തെ ബ്യൂണസ് ഐറസിലെ പ്രധാനപ്പെട്ട കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ബസ്സിൽ കയറിയാൽ മതി. അതിന് എനിക്ക് തോന്നുന്നത് സ്റ്റാർട്ടിങ് $25 കണ്ടാന്ന് തോന്നുന്നു. അത് നമുക്ക് 24 മണിക്കൂറൊക്കെ യൂസ് ചെയ്യാം, വേണമെങ്കിൽ 48 മണിക്കൂർ യൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രധാന ലൊക്കേഷനിലോട്ട് ഇങ്ങനെ സർവീസ് നടത്തിക്കൊണ്ടിരിക്കും. അതായത് ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും ഇതേപോലെ ബസ്സുകൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു സ്ഥലത്തുനിന്ന് ആ ബസ്സിൽ കയറാം, അടുത്ത സ്ഥലത്ത് ഇറങ്ങാം, നമുക്ക് കാണേണ്ട സ്ഥലത്ത് ഇറങ്ങാം, ആ സ്ഥലം കാണാം, അടുത്ത ബസ് അതിൻ്റെ പുറകെ വരും. ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും ബസ്സുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു ദിവസം മുഴുവനും നമുക്ക് ഓരോ സ്ഥലങ്ങളിലോട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യാം ചുരുങ്ങിയ ചിലവിൽ. ഇവിടെ എനിക്ക് തോന്നുന്നത് $25 ആണെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. ചിലപ്പോൾ ഡേയ്സിനും സമയത്തിനനുസരിച്ച് വ്യത്യാസം വരുമായിരിക്കും. പക്ഷെ അത് നല്ലൊരു ഓപ്ഷനാണ്. എല്ലാ സ്ഥലങ്ങളും നമുക്ക് ഇതുപോലെ ബസ്സിന് പോകാം. അത് ഡബിൾ ഡെക്കർ ബസ്സാണ്. ഒരു ചുമപ്പ് കളറിലെ ഉണ്ട്, ഒരു മഞ്ഞ കളറിലുള്ള ബസ്സും ഇവിടെ ഉണ്ട്. അത് നല്ലൊരു സർവീസാണ് കേട്ടോ. അപ്പോൾ ഓരോ സ്ഥലത്തേക്ക് നമുക്ക് ബസ് കയറിയിട്ട് പോകാമല്ലോ. കാഴ്ചകളൊക്കെ കാണാം, അടുത്ത ബസ് കയറാം, അടുത്ത സ്ഥലത്ത് പോവാം, പിന്നെയും ബസ് കയറാം, അടുത്ത സ്ഥലത്ത് പോവാം.
അത് നല്ലൊരു പരിപാടിയാണ്. ഇവിടെ സ്കൂട്ടർ ഉണ്ടോ, നമ്മുടെ പൾസറിൻ്റെ പോലെ ഇരിക്കണം. പൾസർ തന്നെയാണ്, അതിന് പേര് മാറ്റി ഇറക്കിയാണെന്ന് അറിഞ്ഞൂടാ. ഈ ബ്യൂണസ് എയറസിലേക്ക് ഫ്ലൈറ്റിൽ വരുമ്പോൾ നമുക്ക് കാണാം, ആകാശത്ത് നോക്കുമ്പോൾ ഇത് മുഴുവൻ ഈ കളമായിട്ടിരിക്കുന്ന ഒരു സ്ട്രീറ്റാണ്. സ്ട്രീറ്റ് മാത്രമല്ല, ഈ നഗരം മുഴുവൻ അങ്ങനെയാണ്. അത് ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്, ഭയങ്കര അടുക്കും ചിട്ടയിലൊക്കെ ഇരിക്കാന്ന് പറയില്ലേ, അതേപോലെയാണ്. ആകാശത്ത് നോക്കുമ്പോൾ ജസ്റ്റ് കളമായിട്ട് ഇങ്ങനെ കാണാം. അതൊരു നഗരാസൂത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സെറ്റപ്പാണ്. ഒരു കാര്യം ഓർക്കേണ്ടത്, നമ്മുടെ ഇന്ത്യയൊക്കെ പോലെ ഒരു വികസ്വര രാജ്യമാണ്, ഇത് വികസിത രാജ്യമല്ല, മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ ഒരു കൺട്രിയാണ് ഈ കാണുന്നത്. എന്ത് വൃത്തിയും എടുപ്പാന്ന് നോക്കി, അടിപൊളിയല്ലേ. ശരിക്കും ഒരു യൂറോപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അമേരിക്കയുടെ സ്ഥലത്തൊക്കെ പോയ പോലത്തെ ഒരു ഫീലാണ് ആക്ച്വലി ഇവിടെ വരുമ്പോൾ നമുക്ക് തോന്നാം. അതേപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ക്രൈം റേറ്റ് ഒക്കെ കൂടുതലാണെന്ന് തോന്നട്ടോ. ഞാൻ താമസിക്കുന്ന ഹോട്ടലിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഉള്ളത്. നമ്മളിപ്പോൾ നടന്ന് എത്തിയിരിക്കുന്നത് പ്ലാസ ദേ മായോ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് കുറേ കാഴ്ചകൾ കാണാനുണ്ട്. അതിലൊന്നാണ് എനിക്ക് പുറകെ കാണുന്ന ഒരു ബിൽഡിംഗ് ഉണ്ടോ. ഇത് ഇവിടുത്തെ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു കത്തോലിക് ചർച്ചാണ്, ഒരു റോമൻ കാത്തലിക് ചർച്ചാണ്. നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ 15 വർഷത്തോളം ബിഷപ്പ് ആയിരുന്ന പള്ളിയാണ് ഈ കാണുന്നത്. അർജന്റീനയിലെ ബ്യൂണസ് എയറസിലെ പ്രധാന കത്തോലിക്ക പള്ളി കൂടിയാണ് ഈ കാണുന്ന ബ്യൂണസ് എയറസ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ. ഇത് കത്തീഡ്രൽ ഓഫ് ബ്യൂണസ് എയറസ് എന്ന് അറിയപ്പെടും. ഇതൊരു റോമൻ കാത്തലിക് ചർച്ചാണ്. ബ്യൂണസ് എയറസ് അതിരൂപതയുടെ മാതൃ ദേവാലയവും അതുപോലെ അർജന്റീനയിലെ ആദ്യകാല പള്ളിയുമാണ് ഈ കാണുന്നത്. ഇവിടെ 1593 ആദ്യത്തെ ഒരു ചാപ്പൽ സ്ഥാപിതമായത്. പിന്നീട് പല പള്ളികളും ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന ഈ പള്ളി 1754 തറക്കല്ലിട്ട കേട്ടോ. അത് 1823 അതിന്റെ പണി പൂർത്തിയായത്. ഇന്നേക്ക് ഏതാണ്ട് 200-ലധികം വർഷം മുമ്പ് 1779 ഒരു കത്തീഡ്രൽ എന്ന രീതിയിൽ ഈ ഒരു പള്ളി അറിയപ്പെട്ടു തുടങ്ങിയത്. 1822 മുതൽ അർജന്റീനയിലെ പ്രൈമേഷ്യൽ ചർച്ച് പദവി വഹിക്കുന്ന ഒരു പള്ളി കൂടിയാണ്. 1942 ഈ കത്തീഡ്രലിനെ ദേശീയ ചരിത്ര സ്മാരകമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ ഈ പള്ളിയുടെ അകത്ത് വന്ന സമയത്ത് ഇവിടെ ഒരു കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് സ്പാനിഷിലാണ്, അതുകൊണ്ടൊന്നും മനസ്സിലായിരുന്നില്ല. ഒരുപാട് വിശ്വാസികൾ ഇവിടെ ഉണ്ട്. നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ 15 വർഷത്തോളം ബ്യൂണസ് എയറസിലെ ഈ ഒരു പള്ളിയിലായിരുന്നു ആർച്ച് ബിഷപ്പായിട്ട് ഇരുന്നത്. ആർച്ച് ബിഷപ്പ് ജോർജ് ബെർഗോഗ്ലിയോ എന്നറിയപ്പെടുന്ന അദ്ദേഹം 2013 വത്തിക്കാനിലേക്ക് മാറുന്നതിന് മുമ്പ് ഈ കത്തീഡ്രലിൽ കുർബാന നടത്തിയിരുന്നു. ഈ കത്തീഡ്രലിൽ പോപ്പ് ഫ്രാൻസിസിന്റെ മ്യൂസിയം കൂടി ഉണ്ട് കേട്ടോ. അതില് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ആരാധനക്രമമായിട്ട് ബന്ധപ്പെട്ട കുറെ വസ്തുക്കളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. ശരിക്കും ഈ പള്ളിയുടെ ഉൾഭാഗം വളരെ മനോഹരമായിട്ടാണ് ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ളത്. ഇത് സ്പാനിഷ് കൊളോണിയൽ നിയോ ക്ലാസിക് ശൈലിയിലാണ് ഈ ഒരു പള്ളി ചെയ്തിരിക്കുന്നത്. ഇത് അതിമനോഹരമായിട്ടൊരു പള്ളിയാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഈ പള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഒരുപാട് ബലിപീഠങ്ങൾ കൊണ്ടാണ് ഇന്റീരിയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പള്ളിയുടെ ചുവരുകളും മേൽക്കൂരയൊക്കെ ഇറ്റാലിയൻ ചിത്രകാരനായിട്ടുള്ള ഫ്രാൻസിസ്കോ പൗലോ പാരിസി വരച്ച ബൈബിൾ രംഗങ്ങളൊക്കെ ചിത്രീകരിക്കുന്ന രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട്. അതൊക്കെ 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് ഇതൊക്കെ ചെയ്തത്. ശരിക്കും ഈ കത്തീഡ്രല് ഒരു ചിത്ര മ്യൂസിയമായിട്ട് വേണമെങ്കിൽ കണക്കാക്കാൻ പറ്റും. കാരണം ഒരുപാട് ഓയിൽ പെയിന്റിങ്ങും പരമ്പരാഗത ക്യാൻവാസും ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയാണ് ഇതിന്റെ ഉൾവശമൊക്കെ കാണാനായിട്ട്. 1907 കാർലോ മൊറെ രൂപകൽപ്പന ചെയ്ത വെനീഷ്യൻ ശൈലിയിലുള്ള മൊസൈക്കുകൾ കൊണ്ടാണ് ഈ കത്തീഡ്രലിന്റെ തറയൊക്കെ ചെയ്തിട്ടുള്ളത്. മുഴുവൻ തറയുടെ അറ്റകുറ്റപ്പണികൾ 2004 ആരംഭിച്ചിട്ട് 2010 അത് പൂർത്തിയാക്കിയത്. അതുപോലെ കൊളോണിയൽ കാലം മുതലുള്ള ചില ശില്പങ്ങളൊക്കെ ഈ കത്തീഡ്രലിൽ ഇപ്പോഴും ഉണ്ട്. 1671 പോർച്ചുഗീസ് ശില്പിയായിട്ടുള്ള മാനുവൽ ഡോ കൊയ്റ്റോ കൊത്തിയെടുത്ത പ്രതിമയാണ് കത്തീഡ്രലിലെ ഏറ്റവും പഴക്കം ചെന്നത്. 1785 മുതൽ സ്പാനിഷ് ശില്പിയായിട്ടുള്ള ഇൻസിഡോ ലോറിയോ നിർമ്മിച്ച റൊക്കോക്കോ ശൈലിയിലുള്ള ബലിപീഠമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിലെ കന്യാമറിയത്തിന്റെ ഒരു പ്രതിമയും അതിന്റെ മുകളിൽ പരിശുദ്ധ ത്രിത്വത്തെ പ്രതിനിധാനവും ചെയ്യുന്നുണ്ട്. അപ്പോൾ അർജന്റീനയിലെ മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ ഓഫ് ബ്യൂണസ് എയറസ് ഈ ഒരു പള്ളിയിലെ കാഴ്ചകൾ ശരിക്കും നമ്മളെ അതിശയിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. കാരണം ഒരുപാട് പഴയ കൊത്തുപണികളും പെയിന്റിങ്സും ഒക്കെ നമുക്ക് കാണാം. പിന്നെ ഈ ഒരു ചർച്ച ഉണ്ടല്ല, ഇത് ആകാശത്തു നിന്നാണ് നിങ്ങൾ നോക്കണമെങ്കിൽ ഒരു കുരിശിന്റെ രീതിയിലാണ് ഈ ഒരു ബിൽഡിംഗ് പണിതേക്കണേ. അത് മുകളിൽ നിന്ന് മാപ്പിൽ നോക്കണം, അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ നോക്കണം. അപ്പോൾ നമ്മൾ മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ ചർച്ചിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു. അതിന് തൊട്ട് മുമ്പിൽ തന്നെയാണ് ഈ കാണുന്ന ഒരു സ്ക്വയർ ഉണ്ടാവും. ഇതാണ് പ്ലാസ ദേ മായോ എന്ന് പറയുന്ന സ്ക്വയർ. ഈ പ്ലാസ എന്ന് പറയുന്നത് ശരിക്കും
അതിൻ്റെ അർത്ഥം ഈ സ്ക്വയർ അല്ലെങ്കിൽ നമ്മൾ ചത്തുരം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു പേരാണ് ഈ പ്ലാസ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് പ്ലാസ ദേ മായോ എന്ന് പറയുന്ന സ്ഥലം. അതായത് ഇത് ഒരുപാട് ചരിത്രപരമായിട്ടും നമ്മുടെ ബ്യൂണസ് എയറസിൻ്റെ ഏറ്റവും ഒരു സിറ്റിയുടെ സെൻറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു സ്ഥലത്താണ്, കേന്ദ്ര സ്ഥാനം എന്നൊക്കെ പറയില്ലേ. അപ്പം ഞാൻ ആക്ച്വലി താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ, എനിക്ക് നടന്നു വന്നാൽ മതി. അപ്പോൾ അങ്ങനത്തെ ഒരു ലൊക്കേഷൻ നോക്കിയും കൂടിയാണ് നമ്മൾ ഹോട്ടൽ എടുത്തേക്കും കൂടി ചെയ്തത്. അപ്പോൾ ചർച്ചിൻ്റെ നേരെ തൊട്ടിപ്പുറത്താണ് പ്ലാസ ദേ മായോ ഉള്ളത്. അപ്പോൾ ഈ പ്ലാസ ദേ മായോ എന്ന് പറയുന്നത് ഈ ബ്യൂണസ് എയറസിൻ്റെ ഏറ്റവും ചരിത്രപരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. പ്രത്യേകിച്ച് 1810 ഈ മെയ് റെവല്യൂഷൻ എന്ന് പറയുന്ന ഒരു കാര്യങ്ങളൊക്കെ നടന്നത്, അതായത് അർജന്റീനയുടെ വിപ്ലവങ്ങളൊക്കെ നടന്ന ഒരു സ്ഥലം കൂടിയാണ്. നമ്മുടെ ഇന്ത്യ ഒരു കാലത്ത് ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നല്ലോ, അതേപോലെ ഈ നാട് സ്പെയിനിന്റെ കീഴിലായിരുന്നു. അർജന്റീനയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ സംഭവങ്ങൾക്കും ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ ജനകീയ പ്രതിഷേധങ്ങൾക്ക് വേദിയായൊരു സ്ഥലമാണിത്. ഇവിടുത്തെ സ്വാതന്ത്ര്യ സമരത്തിന് മെയ് വിപ്ലവം എന്നാണ് കേട്ടോ പറയണത്. 1811 ആ മെയ് വിപ്ലവം ഉണ്ടായത്. അതിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ ബ്യൂണസ് എയറസിലെ ആദ്യത്തെ ദേശീയ സ്മാരകമായിട്ട് ഈ ഒരു സ്ഥലം മാറിയത്. ഈ സ്ക്വയറിന്റെ ചുറ്റുമായിട്ട് ഒരുപാട് ചരിത്ര സ്മാരകങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ നമുക്ക് കാണാം. അതുപോലെ കുറേ ഗവൺമെന്റ് ഓഫീസുകൾ, കാസ റൊസാഡ എന്ന് പറയുന്നത് പ്രസിഡന്റിന്റെ ഓഫീസ് ഇവിടെ ഉണ്ട്, അത് നമുക്ക് കാണാം. പിന്നെ ബാങ്ക് ഓഫ് അർജന്റീനിയൻ നാഷന്റെ ആസ്ഥാനം ഈ ഭാഗത്താണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നിൽക്കുന്നതിൻ്റെ അടിയിൽ ഭൂഗർഭ സ്റ്റേഷനുകളൊക്കെ ഉണ്ട്, അത് ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിലാവണ പോലും ഇല്ലല്ലേ. അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കാണാം. പിന്നെ അതേ ഈ കാണുന്നതൊക്കെ മ്യൂസിയം ഉണ്ടോ, ഇവിടെ 1-2 മ്യൂസിയങ്ങളൊക്കെ ഉണ്ട്. പഴയ കൊളോണിയൽ കാലഘട്ടത്തിലുള്ള കുറേ ചരിത്ര വസ്തുക്കളൊക്കെ നമുക്ക് ഈ ഒരു മ്യൂസിയത്തിൽ കയറിയാൽ കാണാം. ഇവിടുത്തെ ചരിത്രം പറയാനായിട്ട് ഒരു 10-500 വർഷമെങ്കിലും പുറകോട്ട് പോകണം കേട്ടോ. 1580 ഇത് പ്ലാസ മേയർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് 1661 പ്ലാസ ദേ അർമാസ് എന്നായി. പിന്നെ 1804 പ്ലാസ ദേ ലാ വിക്ടോറിയ ആയതും. പിന്നീട് 1884 അന്നത്തെ മേയർ ഈ ഒരു ഭാഗം ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തി. അങ്ങനെയാണ് പ്ലാസ ദേ മായോ എന്ന ഇപ്പോഴത്തെ ആധുനിക പ്ലാസ രൂപപ്പെട്ടത്. പിന്നെ ഈ പ്ലാസ ദേ മായോയുടെ സെൻട്രൽ ഭാഗത്തായിട്ട് ഒരു സ്മാരകം കാണാം. ഇതിനെ മെയ് പിരമിഡ് എന്നാണ് പറയുന്നത്. ഇത് ബ്യൂണസ് എയറസിലെ ഏറ്റവും പഴയ ദേശീയ സ്മാരകം ഉണ്ടാ. മെയ് വിപ്ലവത്തിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ചാണ് 1811 ഇതേപോലെ ഒരു സ്മാരകം വേണമെന്ന് തീരുമാനിച്ചത്. 1912 ഒരുപാട് പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് ഇതിനു മുമ്പുണ്ടായിരുന്ന സ്ഥലത്തുനിന്ന് ഒരു 63 മീറ്റർ മാറ്റിയിട്ടാണ് ഇത് സ്ഥാപിച്ചേട്ടാ. അതായത് ഈ ഒരു സ്മാരകം നേരത്തെ ഇവിടെ ആയിരുന്നില്ല, ഒരു 63 മീറ്റർ മാറിയുള്ള സ്ഥലത്തായിരുന്നു. ഇപ്പോൾ ഇത് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന് 61.5 അടി ഉയരം ഉണ്ട് കേട്ടോ. അതേപോലെ 1856 ഇതിന്റെ ഉദ്ഘാടനം നടന്നത്. അതിന്റെ മുകളിലെ സ്റ്റാച്ചു ഉണ്ടോ, അതിനെ സ്റ്റാച്ചു ഓഫ് ലിബർട്ടി എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് എന്താണെന്നറിയാമോ, നേരെ കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ, ഇതാണ് ഇവിടുത്തെ പ്രസിഡന്റിന്റെ ഓഫീസ്. അതിന്റെ തൊട്ട് മുമ്പില് ഒരു പ്രതിമയുണ്ട്. അതായത് ഈ കാസ റൊസാഡ എന്ന് പറയുന്ന പ്രസിഡന്റിന്റെ ഓഫീസിന്റെ തൊട്ട് മുമ്പിൽ ഒരു കുതിരയില് അർജന്റീനയുടെ ഫ്ലാഗ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് ജനറൽ മാനുവൽ ബെൽഗ്രോണോ എന്ന് പറയുന്ന അർജന്റീനയുടെ പതാക രൂപകൽപ്പന ചെയ്ത ആളും അർജന്റീനയിലെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളും ഇവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാവും പത്രപ്രവർത്തകനും അഭിഭാഷകനും അതുമാത്രമല്ല സൈനിക നേതാവും കൂടിയായ ഒരാളാണ് ജനറൽ മാനുവൽ ബെൽഗ്രാനോ. ഈ അർജന്റീനക്കാർക്ക് ഇദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. നമ്മുടെ മഹാത്മാഗാന്ധി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരാളാണ്. ഈ ഒരു രാജ്യത്തിന്റെ സ്ഥാപക പിതാക്കന്മാരിൽ ഒരാളാണ് ഇദ്ദേഹം. 1820 രോഗബാധിതനായിട്ട് 50-ാം വയസ്സിലാണ് ജനറൽ മാനുവൽ ബെർഗോണോ മരിക്കുന്നത്. അതേപോലെ ഈ ഒരു പ്രതിമ വെങ്കലത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 1873 സെപ്റ്റംബർ 24 ടുക്കുമാൻ യുദ്ധത്തിന്റെ വാർഷികത്തിലാണ് ഈ ഒരു സ്മാരകം ഇവിടെ സ്ഥാപിച്ചത്. അപ്പോൾ ഈ പ്ലാസ ദേ മായോ എന്ന് പറയുന്ന ഈ സ്ക്വയറിൽ ജനറൽ മാനുവൽ ബെർഗോണോയുടെ സ്റ്റാച്ചുവിന് തൊട്ടടുത്തായിട്ട് ഒരു പിങ്ക് കളറിൽ ഒരു ബിൽഡിംഗ് കാണാം. ഇതാണ് കാസ റൊസാഡ, അർജന്റീനയുടെ പ്രസിഡന്റിന്റെ ഓഫീസാണ് ഈ കാണുന്നത്. ഔദ്യോഗികമായിട്ട് കാസ ദി ഗോബിയർണോ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അതായത് അതിന്റെ അർത്ഥം ഹൗസ് ഓഫ് ഗവൺമെന്റ് എന്നാണ്. 1886 ഈ ഒരു 4 നിലയുള്ള പിങ്ക് കളറിലെ ഈ ഒരു ബിൽഡിംഗ് ഇവിടെ നിർമ്മിക്കണേ. ഇത് അർജന്റീനയുടെ നാഷണൽ ഹിസ്റ്റോറിക്കൽ മോണുമെന്റും കൂടിയാണ് കേട്ടോ. അർജന്റീനയുടെ പ്രസിഡന്റിന്റെ ഓഫീസ് ഇതാണെങ്കിലും അർജന്റീന പ്രസിഡന്റ് താമസിക്കുന്ന ഇതല്ല. ഔദ്യോഗിക വസതി ഈ ഗ്രേറ്റർ ബ്യൂണസ് എയറസിൽ ക്വാൻഡാലി ഒലിവോസിലാണ് പ്രസിഡന്റ് താമസിക്കുന്നത്. ഈ അർജന്റീനയുടെ മുമ്പത്തെ പ്രസിഡന്റുമാരായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വസ്തുക്കളുള്ള ഒരു മ്യൂസിയം ഈ ഒരു കെട്ടിടത്തിലുണ്ട്. അർജന്റീനയുടെ ദേശീയ ചരിത്ര സ്മാരകമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഈ ബ്രിട്ടീഷ് അർജന്റീനിയൻ വാസ്തുശില്പിയായ എഡ്വേർഡ് ടെയ്ലറുടെ നിർദ്ദേശപ്രകാരമാണ് ഒരു ഇറ്റാലിയൻ ഘടനയിൽ ഒരു കെട്ടിടം ഇവിടെ നിർമ്മിക്കാനായിട്ട് പ്ലാൻ ചെയ്തത്. 1859 മുതൽ 1890 വരെ ബ്യൂണസ് എയറസിലെ ഏറ്റവും വലിയ കെട്ടിടമായിരുന്നു ഈ കാണുന്ന കാസ റൊസാഡ. സമയം ഇപ്പോൾ രാവിലെ 9:30 ഇവിടെയൊക്കെ കറങ്ങിത്തിരിഞ്ഞിങ്ങനെ നടക്കുകയാണ്. ഇവിടെ കുറേ മീഡിയ ചാനലൊക്കെ ഉണ്ട്. ഇതുണ്ടത് അവിടെ ക്യാമറ ഒക്കെ ആയിട്ട് പ്രസിഡന്റ് ഓഫീസാണല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ എപ്പോഴും കാണുമായിരിക്കും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നത്. അവിടെ മീഡിയയുടെ മറ്റേ സാറ്റലൈറ്റ് വണ്ടിയൊക്കെ ഇല്ലേ ഇങ്ങനെ കൊടയൊക്കെ വെച്ചേക്കണം,
അങ്ങനത്തെ വണ്ടിയൊക്കെ കിടപ്പുണ്ട്, ചാനലുകാരായിരിക്കും. പിന്നെ ഇവിടെയൊക്കെ കാണുന്ന ബിൽഡിങ്സ് ഒക്കെ എനിക്ക് തോന്നുന്നു മ്യൂസിയങ്ങളാണ്. ഇവിടെ കുറച്ച് മ്യൂസിയങ്ങളൊക്കെ ഉണ്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1-2 ഒക്കെ ഉണ്ട്. ഇതേ ഒരു ബസ് പോകണുണ്ട്, മഞ്ഞ കളറിലെ 2 നിലയുള്ളത്. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ ബസ്. അതായത് ഇങ്ങനത്തെ ഒരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പല സ്ഥലങ്ങളും കണ്ടുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. വേണമെങ്കിൽ ആ ഫുള്ളായിട്ട് ആ ബസ് കയറി ഇങ്ങനെ നടക്കാം. ഓരോ സ്ഥലം കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്തെത്തുമ്പോൾ ഇറങ്ങാം, അടുത്ത ബസ് ഇതേ വഴി തന്നെ കുറച്ച് കഴിയുമ്പോൾ വരും, ആ ബസ്സിൽ കയറിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാം. അങ്ങനെ മാറി മാറി നമുക്ക് ഉപയോഗിക്കാം. എനിക്ക് തോന്നുന്നു രാവിലെ 9 തൊട്ട് വൈകുന്നേരം ഒരു 5:30 വരെയൊക്കെ ഈ ഒരു ബസ് സർവീസ് ഉണ്ടാവും. ഈ മഞ്ഞ കളറിലെ ബസ് ഉണ്ട്, പിന്നെ ചുവപ്പ് കളറിലൊരു ബസ് ഉണ്ട്. ഇതിനകത്ത് ഏതാണ് ഗ്രേ ലൈനും ഹോപ്പ് ഓൺ റോപ്പ് ഓഫ് എന്ന് പറയുന്ന 2 കമ്പനികളാണെന്ന് തോന്നുന്നത്. 2 പേരിലാണ് അറിയപ്പെടുന്നത്. അതിനകത്ത് ചുമപ്പും മഞ്ഞ ഏതാണെന്ന് എനിക്കറിയില്ല. ഈ ചുമപ്പ് ബസ്സിനെ കുറിച്ച് വലിയ അഭിപ്രായം ആൾക്കാർ പറയുന്നില്ല. മഞ്ഞ ബസ്സായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അത് ബെറ്റർ എന്ന് വെച്ചാൽ ഫ്രീക്വൻസി കൂടുതൽ ഈ മഞ്ഞ ബസ്സിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ചുമപ്പ് ബസ് ഞാനിപ്പോൾ ഇത്ര നേരം ഈ ഭാഗത്തൊക്കെ നിന്നിട്ട് ഒരു ചുമപ്പ് ബസ് പോലും കണ്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു മഞ്ഞയായിരിക്കും നല്ലത്, മഞ്ഞ ബസ്സിൽ കയറിയാൽ മതി. പക്ഷെ അതിൻ്റെ പേര് ഗ്രേ ലൈൻ എന്നാണോ ഹോപ്പ് ഓൺ റോപ്പ് ഓഫ് എന്നാ, ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ്, ഇങ്ങനെ 2 ഉണ്ട്. ഇതിനകത്ത് ഏതാണ് മഞ്ഞയും ചുമപ്പെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് ഐറസിൽ കൂടെ തെരപ്പാരിങ്ങനെ നടക്കാണ്. ഇവിടുത്തെ സ്ട്രീറ്റിൻ്റെ ഭംഗിയൊക്കെ നോക്കി എന്ത് രസമല്ലേ, ഒരു രക്ഷയില്ല കേട്ടോ. ഇതൊരു വികസ്വര രാജ്യമാണെന്ന് ഓർക്കണം, വികസിത രാജ്യമല്ല, വികസിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്ത്യനെ പോലത്തെ ഒരു രാജ്യമാണ്. അവിടുത്തെ ഒരു സിറ്റിയാണ് ഈ കാണുന്നത്. അടിപൊളിയല്ലേ, വൃത്തിയും വെടിപ്പും നോക്കിയേ, അതാണ് ഏറ്റവും ഹൈലൈറ്റ്. പിന്നെ കുറച്ച് സ്ഥലത്തൊക്കെ വേസ്റ്റും ഒക്കെ വലിച്ചു വാരി ഇട്ടങ്ങനെ കണ്ടായിരുന്നു. പക്ഷെ അതെന്നാലും അത്രയും ഇതൊന്നും എല്ലായിടത്തും ഇല്ല. ഇതുണ്ടോ, ഈ ബസ്സൊക്കെ ഒരു പഴയ ടൈപ്പ് ബസ്സാണെന്ന് തോന്നുന്നു, ബെൻസിൻ്റെ അത് ബെൻസാ. ഇതുണ്ടോ, അതേ 2 ഇതുള്ള വണ്ടി എന്താ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു വൈകുന്നേരങ്ങളിൽ ആക്റ്റീവ് ആവുന്ന റെസ്റ്റോറൻറ്റുകളായിരിക്കും. വൈറ്റ് സൈഡിൽ കാണാം സ്ട്രീറ്റ്. ഇതിനകത്ത് ഇതൊക്കെ കണ്ട, ഇത് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ മറ്റേ മെട്രോ പോലത്തെ സംഭവമാണ്. ഈ താഴത്തോട്ട് ഭൂമിക്കടിയിലോട്ട് പോണത്. ഇത് അടച്ചിട്ടേക്കാണ്, ഇത് ആരൊക്കെയോ അവിടെ കിടക്കുന്നുണ്ട്. ഇതേപോലെ കുറേ മറ്റേ അലഞ്ഞിരിക്കുന്ന ആൾക്കാരൊക്കെ എനിക്ക് തോന്നുന്നു പിച്ചക്കാരാന്ന് തോന്നുന്നു. കുറേ പേര് ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ കിടക്കുന്ന കാണാം. നമ്മുടെ മുമ്പിൽ ഒരു ട്രൗസർ ഇട്ട ഒരു ചേട്ടൻ നടക്കണണ്ട, അതായത് ആ ചുവന്ന ടീഷർട്ട് ഇട്ട പുള്ളി എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു പൈസ വേണോ എന്ന് ചോദിച്ചു. അതായത് ചേഞ്ചാണ്, കറൻസി ചേഞ്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണം, കാരണം ഇവരെ പോലെ ആൾക്കാരെ നിന്ന് വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇവിടെ നിന്ന് എടുക്കുന്നതാണ് നല്ലത്. ഈ നമ്മൾ എയർപോർട്ടിൽ നിന്നോ ബാങ്കിലോ പോയി പൈസ മാറ്റിക്കഴിഞ്ഞാൽ വൻ നഷ്ടമാണ്. അതായത് നമ്മളൊരു $100 കൊടുത്താൽ 800 വെച്ച് തരുള്ളൂ. പക്ഷേ ഇവരാണെങ്കിൽ 1000 വെച്ച് തരും. എനിക്ക് 1000-ൽ കുറച്ച് പറഞ്ഞു, ഞാൻ പറഞ്ഞു 1000 വേണമെന്ന് പറഞ്ഞപ്പോൾ ഇവർ 1000 വെച്ച് തരുന്നുണ്ട്. അപ്പോൾ അത് ബെറ്ററാണ്. അതായത് ഒരു $100 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1,00,000 പെസോ കിട്ടും. അത് മനസ്സിലായി. അതായത് ഏകദേശം ഇന്ത്യൻ മണി ഒരു 8,000-ഓളം രൂപ വരും. 8,000 രൂപ കൊടുത്താൽ 1,00,000 പെസോ കിട്ടും. അതൊരു കെട്ട് നോട്ടായിരിക്കട്ടെ, അതാണ് സീന്. ഒരു കെട്ട് നോട്ടുണ്ടാവും. അപ്പോൾ പുള്ളി എന്നെയും കൊണ്ടങ്ങ് പോകുന്നുണ്ട്. ഇവിടെയൊക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, ദൈവത്തിന് അറിയാം, വല്ല പണി കിട്ടാവോ. പിന്നെ പകലായതുകൊണ്ട് കുഴപ്പമില്ലെന്ന് തോന്നണം. ഇവിടെയൊക്കെ നിറച്ച ആൾക്കാരാണ്, ഏതോ വലിയ സ്ട്രീറ്റാണെന്ന് തോന്നണം. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ചേഞ്ച് മാറ്റിയതാണ് ഈ കണ്ട ഒരു കെട്ട് പെസോ കിട്ടി. ഇത് 1,00,000 ഉണ്ട് മൊത്തം, ഉണ്ടോ 1000-ൻ്റെ. $100 കൊടുക്കുമ്പോൾ കിട്ടുന്ന പൈസയാണ് ഈ കാണുന്നത്. പുള്ളി ടിപ്പൊക്കെ ചോദിക്കുന്നുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പുള്ളി അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും ടിപ്പ് തരണം, അവിടെ നിന്ന് കമ്മീഷൻ ഒന്നും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയണേ. ഞാൻ പറഞ്ഞ് അവിടെ നിന്ന് കാശ് കിട്ടില്ല, പിന്നെ എന്തിനാണ് എൻ്റെ അടുത്ത് ചോദിക്കണമെന്ന് വെച്ച്. അപ്പോൾ അവിടെ നിന്ന് കാശൊന്നും കിട്ടില്ല, നിങ്ങൾ എന്തെങ്കിലും ടിപ്പ് തന്നെ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എൻ്റെ ഒരു 100-ൻ്റെ പെസോൻ്റെ നോട്ട് ഇരിപ്പുണ്ടായി. 100 പെസോ എന്ന് പറഞ്ഞാൽ 10 രൂപ, ഇന്ത്യൻ മണി 10 രൂപ ഉള്ളൂ. ഞാൻ ഒരു 100 എടുത്ത് കൊടുത്തു, കുഴപ്പമില്ല, വലിയ എമൗണ്ട് ഒന്നുമില്ലല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ ഇവിടുത്തെ സ്ട്രീറ്റൊക്കെ കണ്ട, ഇത് പോലീസ് വണ്ടിയാണെന്ന് തോന്നട്ടെ, ഈ വെള്ള കളറിലെ. നല്ല രസമുണ്ട്, അടിപൊളി സ്ട്രീറ്റാണ്. ഇത് നമ്മൾ ആദ്യം കണ്ട സ്റ്റാച്ചു ആണ്, ഫസ്റ്റ് ടൈം കണ്ടായിരുന്നു. നമ്മുടെ ഹോട്ടൽ വരുന്ന ആ ഭാഗത്താണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു നമ്മൾ എടുത്തേക്കണ ഹോട്ടലൊക്കെ. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 10 മണിയാവുന്നു. തെരുവുകളൊക്കെ സജീവമാണ്, ആളുകളൊക്കെ തേരപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് ജോലിക്കൊക്കെ പോകണമായിരിക്കും. അപ്പോൾ നമുക്ക് പയ്യെ ഹോട്ടലിലോട്ട് പോവാണ്. നമ്മളിങ്ങനെ നടക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഇത് ഇങ്ങനെ ഒരു ബസ് കാണുന്നത്. കണ്ട, ചുമപ്പ് ബസ്. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം ഈ ഒരു ബസ്സും കൂടിയാണ് കേട്ടോ, ചുമപ്പ് ബസ്. ഇപ്പോഴാണ് ആ കാര്യം മനസ്സിലായത്. ഈ ചുമപ്പ് ബസ്സിൻ്റെ പേരാണ് ഗ്രേ ലൈൻ. കണ്ട, ഗ്രേ ലൈൻ എന്നാണ്. അതിൻ്റെ ബുക്കിംഗ് ഓഫീസാണ് ഈ കാണുന്നത്. 2 ബസ്സും ബുക്ക് ചെയ്യാം കേട്ടോ. അപ്പം മഞ്ഞ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്, കാരണം അതിനാണ് ഫ്രീക്വൻസി കൂടുതൽ. അപ്പോൾ ഗ്രേ ലൈൻ എടുക്കണ്ട, മറ്റേതിൻ്റെ പേര് ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ്. നമ്മൾ എയർപോർട്ടിൽ വന്നപ്പോൾ ഒരു $100 കൊടുത്ത് കറൻസി മാറ്റിയായിരുന്നു. അത് 800 വെച്ചിട്ടാണ് കിട്ടിയത്. ഇവിടെ 1000 വെച്ചിട്ട് കിട്ടി. വ്യത്യാസം മനസ്സിലായി, നല്ല വ്യത്യാസമുണ്ട്. അത് 80,000 പെസോ കിട്ടിയെങ്കിൽ ഇവിടെ 1,00,000 പെസോ കിട്ടി. അതാണ് വ്യത്യാസം. ഒരു പെസോ എന്ന് പറയുന്നത് 10 പൈസയാണ് നമ്മുടെ നാട്ടിലെ. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഹോട്ടൽ ഇതാണ്. ഇനിയിപ്പോൾ ചെറുതായിട്ടൊന്ന് ഫ്രഷായിട്ട് പുറത്തോട്ട് ഇറങ്ങാം. നമ്മൾ നഗരഹൃദയത്തിൽ നിന്നും ഒരു യൂബർ വിളിച്ച് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് റെക്കോലിത്ത എന്ന് പറയുന്ന സ്ഥലത്താണ്.
ഇവിടെ പ്രശസ്തമായ സെമിത്തേരി കാണാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. അപ്പോൾ കയറി വരുമ്പോൾ ഇടതുഭാഗത്തായിട്ട് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഒരാൾക്ക് വരുന്ന റേറ്റ് 5090 അർജന്റീനിയൻ പെസോ ആണ്. എന്ന് വെച്ചാൽ ഏകദേശം ഒരു 514 രൂപ, അറൗണ്ട് ഒരു 500 രൂപ റേറ്റ് വരും ഒരാൾക്ക് വരുന്ന ചാർജ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തു. ആകെയുള്ള പ്രശ്നം ഇവിടെ ക്യാഷ് എടുക്കില്ല, കാർഡ് മാത്രമേ എടുക്കുള്ളൂ കേട്ടോ. ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ മാത്രമേ ഇവിടെ ടിക്കറ്റിന് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അർജന്റീനയിലെ പ്രശസ്തമായ ഒരു സെമിത്തേരി കാണാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്, ലാ ലൊക്കോലെറ്റ സെമിത്തേരി. ഇവിടെ 4691 കല്ലറകളുണ്ട്. ഇതെല്ലാം ഭൂമിക്ക് മുകളിലാണ്. 14 ഏക്കറിലായിട്ടാണ് ഈ ഒരു സെമിത്തേരി സ്ഥിതി ചെയ്യുന്നത്. അർജന്റീനയിലെ ബ്യൂണസ് എയറസിലെ ലൊക്കോലെറ്റ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു സെമിത്തേരി സ്ഥിതി ചെയ്യുന്നത്. ഇത് 1822 സ്ഥാപിച്ചാണ് കേട്ടോ. വൈവിധ്യമാർന്ന വാസ്തുവിദ്യാ ശൈലികളിൽ നിർമ്മിച്ചിരിക്കുന്ന സെമിത്തേരിയാണ്. പല തരത്തിലുള്ള അലങ്കരിച്ചിട്ടുള്ള മാർബിളൊക്കെ കൊണ്ടുള്ള ശവകുടീരങ്ങൾ. ഇതൊരു സാധാരണ സെമിത്തേരി അല്ല. ഇതിനെ പ്രശസ്തമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അർജന്റീനയിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ആളുകളെ സംസ്കരിച്ചിരിക്കുന്നത് ഇവിടെയാണ്. അർജന്റീനയിലെ പ്രസിഡന്റുമാര്, അതായത് 1888 മരിച്ച ഡൊമിംഗോ ഫസ്റ്റിനോ സർമിനിറ്റോ എന്ന് പറയുന്ന പ്രസിഡന്റ് മുതൽ 2009 രാവുൽ അൽഫോൺസിൻ എന്ന് പറയുന്ന ഒരു പ്രസിഡന്റ് വരെ ഏതാണ്ട് 12ഓളം അർജന്റീനയുടെ പ്രസിഡന്റുമാരെ സംസ്കരിച്ചിരിക്കുന്നത് ഈ കാണുന്ന സെമിത്തേരിലാണ്. അവര് മാത്രമല്ല, നോബൽ സമ്മാന ജേതാക്കള്, അതായത് 1959 ഫസ്റ്റ് ലാറ്റിൻ അമേരിക്കൻ നോബൽ പ്രൈസ് ലഭിച്ച കാർലോസ് സാവന്ദ്ര ലമസ് മുതൽ അർജന്റീനയുടെ നാവികസേനയുടെ സ്ഥാപകനായിട്ടുള്ള ഇവാപ്പെറൂന്റെ കല്ലറ വരെ ഈ ഒരു സെമിത്തേരിയിലുണ്ട്. അതുമാത്രമല്ല, അർജന്റീനയിലെ പ്രശസ്തരായിട്ടുള്ള പല വ്യക്തികളുടെയും കല്ലറ ഇവിടെയുണ്ട്. പല സൈനിക കമാൻഡർമാര്, അതുപോലെ ബ്യൂണസ് എയറസിലെ ഗവർണർമാര്, പല കാത്തലിക് പ്രീസ്റ്റ്, മിഷണറിമാര്, പിന്നെ പല ആക്ടേഴ്സും ഫിലിം ഡയറക്ടേഴ്സ്, മ്യൂസീഷ്യൻസ്, മിലിറ്ററി ഓഫീസർ, സോൾജേഴ്സ്, പല സമ്പന്നരായിട്ടുള്ള ആൾക്കാർ, അതുപോലെ ജേർണലിസ്റ്റ്, സ്പോർട്സ് പേഴ്സൺസ്, കവികള്, അങ്ങനെ പല പ്രമുഖരുടെയും ശവകുടീരങ്ങളാണ് ഈ ഒരു സെമിത്തേരിയിലുള്ളത്. 2011 BBC ഇതിനെ ലോകത്തിലെ ഏറ്റവും മികച്ച ശ്മശാനങ്ങളിൽ ഒന്നായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. 2013 CNN ഇതിനെ ലോകത്തിലെ ഏറ്റവും മനോഹരമായ 10 സെമിത്തേരികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 18ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തില് ബ്യൂണസ് എയറസിന്റെ പ്രാന്ത പ്രദേശമായിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് ഫ്രാൻസിസ്കൻ റിക്കോളറ്റ് സന്യാസിമാരാണ് ആദ്യം എത്തുന്നത്. അവര് 1732 പണിത അവർ ലേഡി ഓഫ് പില്ലർ എന്ന ദേവാലയത്തിന് ചുറ്റുമാണ് ഈ ഒരു സെമിത്തേരി നിർമ്മിച്ചിരിക്കുന്നത്. 1822 ബ്യൂണസ് എയറസിലെ ആദ്യത്തെ പൊതു സെമിത്തേരി ആയിട്ട് ഈ ഒരു സെമിത്തേരി മാറി. 1822 രൂപരേഖ തയ്യാറാക്കിയത് പ്രൊസ്പെറോ കാറ്റലിൻ ആണ്. ബ്യൂണസ് എയറസിലെ മെട്രോപൊളിറ്റൻ കത്തീഡ്രലിന്റെ ഇപ്പോഴുള്ള മുൻഭാഗം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതും ഇദ്ദേഹം തന്നെയാണ് കേട്ടോ. ഇറ്റാലിയൻ വാസ്തുശില്പിയായിട്ടുള്ള ജുവാൻ അന്റോറോണിയോ ബുഷിയാസോ നഗരത്തിന്റെ മേയറായിരുന്നപ്പോൾ 1881 ഈ ഒരു സെമിത്തേരി അവസാനമായിട്ട് പുനർനിർമ്മിച്ചത്. ഇവിടെ 4691 കല്ലറകൾ ഉള്ളതിൽ അതിൽ 94 അർജന്റീന സർക്കാർ ദേശീയ ചരിത്ര സ്മാരകങ്ങളായിട്ട് പ്രഖ്യാപിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. 1880 1930 ശവകുടീരങ്ങളുടെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന മിക്ക വസ്തുക്കളും പാരീസിൽ നിന്നും അതുപോലെ മിലാനിൽ നിന്നൊക്കെയാണ് ഇറക്കുമതി ചെയ്തിട്ടുള്ളത്. ഈ ശവകുടീരങ്ങൾ ഇപ്പോഴും അർജന്റീനയിലെ സമ്പന്ന കുടുംബങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് കല്ലറകളുണ്ട്. പല ശവകുടീരങ്ങളും നല്ല രൂപത്തിലും നല്ല ഭംഗിയിലും അത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ അത് നന്നായിട്ട് പരിപാലിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ളപ്പോഴും കുറേ എണ്ണം വളരെ മോശമായിട്ടും ജീർണാവസ്ഥയിലുമായിട്ടാണ് അത് കിടക്കുന്നത്. പലതും പൊട്ടിപ്പൊളിഞ്ഞും ചപ്പുചവറുകളൊക്കെ നിറഞ്ഞും കിടക്കുന്നത് നമുക്ക് കാണാം. പിന്നെ അത്യാവശ്യം കാണാൻ കൊള്ളാവുന്നതും നല്ല ഡിസൈനൊക്കെ ഉള്ള കല്ലറകൾ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇത് മുഴുവൻ കാണിക്കാൻ നിന്നാൽ 1 മണിക്കൂർ 2 മണിക്കൂർ വീഡിയോ ഇട്ടാലും തീരില്ല. അത്രയും കല്ലറകളാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ ഉണ്ടോ? ഇത് നോക്കി, ഞാനിങ്ങനെ നടക്കാണ്. അതായത് ഈ സെമിത്തേരി കാണാൻ വേണ്ടിയിട്ട് ടൂറിസ്റ്റുകൾ വരുന്നു. അതാണ് എനിക്കൊരു അത്ഭുതം അല്ലേ. വേറെ എങ്ങും ഇതുപോലത്തെ സംഭവം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരു സെമിത്തേരി ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറ്റിയേക്കാണ്, അല്ലെങ്കിൽ മാറി. അത് എനിക്ക് തോന്നുന്നു ഇത് ഉണ്ടാക്കിയതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും അതിൻ്റെ ഒരു പ്രത്യേകത. ഇതിൽ ഞാൻ കുറച്ച് നേരമായിട്ട് നടന്നതിൽ ഏറ്റവും പഴക്കമുള്ളത് കണ്ടുപിടിച്ചത് ഈ കാണുന്നതാണ്. 1700-കളിലെ. എൻ്റെ മോനെ, ഇനിയും കാണുമായിരിക്കട്ടെ. ഇതിലും കൂടുതൽ പഴക്കമുള്ളത് ഉണ്ടാവായിരിക്കാം. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കണം. കുറേ കല്ലറകളുണ്ടല്ലോ. അപ്പം അതിൽ നിന്ന് കണ്ടുപിടിച്ചാലേ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. നമ്മളിങ്ങനെ നടക്കണ്ട, നമുക്ക് നോക്കാം. ഇവിടുത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നല്ല അടുക്കും ചിട്ടയിലാണ് ഈ ഒരു കല്ലറകൾ ഇരിക്കുന്നത് കേട്ടോ. പ്ലാൻഡ് ആയിട്ടാണ് പണ്ട് കാലത്ത് തന്നെ ഈ ഒരു സാധനം പണിതേക്കുന്നത്.
പണിതേക്കണം. കറക്റ്റ് ലെവലിൽ അടുക്കും ചിട്ടയിലാണ് ഈ സെമിത്തേരി പോലും ഇവർ പണിതേക്കണം. നമ്മളൊരു നഗരമൊക്കെ പണിയില്ലേ, അല്ലെങ്കിൽ നഗരാസൂത്രണം എന്നൊക്കെ പറയില്ല, അതേപോലെ ഈ ഒരു സെമിത്തേരിയും ഇവർ ഡിസൈൻ ചെയ്തേക്കാണ് മൊത്തത്തിൽ. അത് പണ്ട് മുതലേ അങ്ങനെ നിലനിന്നവരാണ്. ഞാൻ ഇതിൽ കൂടിയൊക്കെ നടക്കുമ്പോൾ ഇതൊക്കെ പൊളിഞ്ഞിരിക്കുന്നുണ്ട്. പ്രേതമൊക്കെ പുറത്ത് അടിയാവോ എനിക്കറിയില്ല. എൻ്റെ മോനെ ഇതുണ്ട, ഇതിൻ്റെ അടിയിലോട്ടൊരു കുഴി പോലെ കാണുന്നുണ്ട്. ഗ്രില്ലൊക്കെ ഇട്ട് വെച്ചേക്കാം. അത് തുറന്നു നടക്കാനുള്ളതൊക്കെ ഉണ്ടോ. താഴത്തോട്ടൊരു കുഴിയുണ്ട്. ഇത് ശവപ്പെട്ടിയല്ലേ ഇരിക്കണം. ഇത് നോക്കി, ഈ ഇരിക്കുന്നത് ശവപ്പെട്ടിയാ. ഇതാണ് മരിച്ച ആള്. അയാളുടെ ഫോട്ടോയും വെച്ചിട്ടുണ്ട്. ഇയാൾ 1956 മരിച്ച ആളാ. ഇത് കണ്ട, ഇവിടെ ശവപ്പെട്ടി ഇരിക്കുന്നുണ്ട്. ഇതിന്റെ താഴത്തോട്ടൊക്കെ നോക്കുമ്പോൾ ആക്ച്വലി ആ കാണുന്ന ഗ്രില്ലിന്റെ അടിയിൽ ഒരു കുഴിയൊക്കെ ഉണ്ട്. ഈ പുള്ളി ഒരു ജിമ്മനാണെന്ന് തോന്നുന്നു. 1924 മരിച്ച ആളാ ഈ കല്ലറയിലുള്ള. എൻ്റെ പൊന്നെ, ഞാനിവിടെ ഒറ്റക്ക് കിടക്കാട്ടോ. ചെവിത്തേരി കൂടി ഒറ്റക്ക്. ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും പല സ്ഥലത്തും ഇതുപോലെ ഒറ്റക്ക് നടക്കണേ. ആളുകൾ ചെതറി കിടക്കാണല്ലോ അവിടെ ഇവിടെ കിടക്കട്ടെ. ഈ വഴിയിലൊക്കെ ഞാൻ മാത്രമേ ഉള്ളൂ. അയ്യോ, ദേ ഈ കുരിശിൻ്റെ ഉള്ളിൽ തുള. എൻ്റെ ഉള്ളിൽ കാണാനുണ്ടോ? എൻ്റെ അമ്മ താഴത്ത് പോയി ചവപ്പെട്ടിരിക്കുന്നു. അയ്യോ അയ്യോ 1950 മരിച്ചതാ. ചില സ്ഥലത്തൊക്കെ കാട് പിടിച്ചിട്ടാ. കാട് പിടിച്ച നിലയിലാണ്. ഇവിടെ ഒരു ഗ്രില്ല് കണ്ട, ഈ ഗ്രില്ലിന്റെ ഉള്ളില് ശവപ്പെട്ടികൾ ഇരിപ്പുണ്ട്. അത് ഒന്നി കൂടുതലുണ്ട്. എനിക്ക് തോന്നേ കുടുംബക്കല്ലറ അങ്ങനത്തെ വല്ല സംഭവമായിരിക്കും. ഇത് കണ്ട, ഇവിടെ ശവപ്പെട്ടി പുറത്ത് കാണാം. അതെ എൻ്റെ പൊന്നോ, ഇത് വല്ല കള്ളന്മാരും കയറിയിട്ട് മോഷ്ടിക്കാൻ കയറണമാണ്. ഈ ബോഡി ആയിരിക്കില്ല, എൻ്റെ കൂടെ വല്ല വെച്ചിട്ടുണ്ടെങ്കിലേ എൻ്റെ പൊന്നോ, ഇത് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യില്ലാവോ. പണ്ട് ഈ ഈജിപ്തിലെ ശവകുടീരങ്ങളുണ്ടല്ലോ, അപ്പോൾ അവിടെ കുറേ സാധനങ്ങളൊക്കെ ഇവർ കൊണ്ടുവന്ന് വെച്ചിട്ട് കള്ളന്മാർ വന്നിട്ട് പിന്നെ മോഷ്ടിക്കാൻ കയറും എന്നൊക്കെ കേട്ടിട്ടില്ല. അതേപോലെ ഇനി ഇവർ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ആൾക്കാർ, ഇവിടെ മൊത്തം കള്ളന്മാരാണല്ലോ അല്ലേലും. എൻ്റെ ഫോണൊക്കെ പോയില്ലേ. ഇനി അങ്ങനെ മോഷ്ടിക്കാൻ കയറുമ്പോൾ കുറേ പൊളിച്ചിട്ടുണ്ടാവും, കുറേയൊക്കെ പൊളിഞ്ഞിടക്കണുണ്ട്. അല്ലെങ്കിൽ കാലപ്പഴക്കം കൊണ്ട് പൊളിഞ്ഞായിരിക്കും, അങ്ങനെയും സംഭവിക്കാം. ഇവിടെ കണ്ടതിൽ ഏറ്റവും ഉയരം കൂടിയത് ഈ കാണുന്നതാണ് ഞാൻ കണ്ടത് കേട്ടോ. ഇതൊരു 2 നില പൊക്കത്തിൻ്റെ അത്രയും ഹൈറ്റുള്ള കല്ലറയാണ്. ഇതെന്നാണെന്ന് അറിയാം, 1936 കാലഘട്ടത്തിലുള്ളതാണ്. ഈ കാണുന്ന കല്ലറയൊക്കെ ഉണ്ട്, അതൊക്കെ പൊളിഞ്ഞു പോയിട്ട് ഇഷ്ടിയൊക്കെ കാണാം. രണ്ട് സിമെൻറ്റ് വെച്ച് പിന്നെ ഉറപ്പിക്കാൻ നോക്കിയിട്ടുണ്ടെന്നാണ് തോന്നണം. ഇത് ഫുള്ള് പൊളിഞ്ഞിരിക്കുകയാണ്. ഇത് കണ്ടോ, ആ പുറത്തുണ്ടായിരുന്ന സാധനമൊക്കെ മൊത്തം പൊളിഞ്ഞു പോയി. അപ്പോൾ ഇഷ്ടി വെച്ചിട്ടാണ് ഇത് പണിയണേന്ന് തോന്നുന്നു. കണ്ടോ, തുളയൊക്കെ വീണിട്ടുണ്ട് മൊത്തത്തിൽ. ഇത് ഏത് വർഷം എന്നറിയാം, 1932 ഇതേ ശവപ്പെട്ടിയാണ് ഇരിക്കണം. ഇതിൻ്റെ ഉള്ളിലേ കുറേ ശവപ്പെട്ടി ഉണ്ട് കേട്ടോ. എത്ര ശവപ്പെട്ടി? 4, 5, 6, 7 ശവപ്പെട്ടി. ഇത് കുടുംബക്കല്ലറയായിരിക്കും, നിറച്ച് മരിച്ച ആൾക്കാർ. അയ്യോ, പൊളിഞ്ഞ് സീനായിട്ടിരിക്കുക. ആ കുഴിയൊക്കെ കാണാതെ. അയ്യോ, ഇത് ശവപ്പെട്ടി ആയിരുന്നു കേട്ടോ. ഈ കാണുന്നത് ശവപ്പെട്ടി. അതെ, ഇത് മൊത്തം പുറത്ത് കാണാമല്ലോ. ഇവിടുന്ന് പോകുമ്പോൾ ആരെയും കൂടെ വരാവോ ദൈവത്തിനറിയാം. ഇതുണ്ട്, കുറേ ഉണ്ട് കേട്ടോ. കുറേ വ്യത്യസ്തമായ ശവക്കല്ലറകളാണ്. നല്ല രസമുണ്ട് എന്തായാലും കാണാനായിട്ട്. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ആ ടൂറിസ്റ്റുകൾ ഇത്രയും ആൾക്കാർ വരുന്നത്. ബ്യൂണസ് എയർസിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു കല്ലറ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടിയാണ് ഇപ്പോൾ. ഈ ശവകുടീരത്തിലെ മരിച്ച വർഷം എഴുതിയിട്ടുണ്ട്, പക്ഷെ എത്ര വയസ്സുണ്ടെന്ന് എഴുതിയിട്ടില്ല. അതിന് എഴുതിയിട്ടുണ്ടോ ഇനി സ്പാനിഷിലായതുകൊണ്ട് എനിക്ക് മനസ്സിലാകത്താണോ എന്ന് അറിയത്തില്ല. ഈ കാണുന്നതൊക്കെ കുഞ്ഞ ശവപ്പെട്ടി. അത് കണ്ടോ, കുഞ്ഞ കല്ലറ. എനിക്ക് തോന്നുന്നു ചെറിയ കൊച്ചായിരിക്കും. ചിലതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇംഗ്ലീഷിൽ എഴുതിക്കൊണ്ട് മനസ്സിലായി. ഇത് 28-ാം വയസ്സിൽ മരിച്ചു പോയതാണ്, 1867. ഈ കാണുന്ന കല്ലറയെ കണ്ട, ഇത് ശരിക്കും ഒരു രൂപക്കൂട് പോലെയുണ്ട്. കണ്ടോ, കറക്റ്റ് ഒരു രൂപക്കൂട് എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെയാണ് ഒരു കല്ലറയൊക്കെ പടന്നേക്കണം. ശരിക്കും ഒരു 2 നില കെട്ടിടത്തിൻ്റെ ഹൈറ്റും ഉണ്ട്. ഇവിടെ നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ഇതൊക്കെ പൊളിഞ്ഞ് കിടക്കാണ്. ചില്ലൊക്കെ പൊട്ടി കിടക്കുന്നുണ്ട്. 2 ശവപ്പെട്ടികൾ കാണാം. ഉണ്ടോ, ഇത് 2 ശവപ്പെട്ടി ഉണ്ട്. ഇതിൻ്റെ അടിയിലോട്ട് പോകാനുള്ള വഴിയൊക്കെ ഉണ്ടല്ലോ. അതേ ഭൂമിക്കടിക്ക് പോകാനുള്ള വഴിയാണ്. മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് നടക്കുന്നുണ്ട്. അയ്യോ, ഇത് വർഷവും ആ പേരും സംഭവം എഴുതിയിട്ടില്ല. ആരാന്നും കൂടി അറിയില്ല. ഇതിൻ്റെയൊക്കെ ഡിസൈൻ ഉണ്ടല്ലേ, അടിപൊളിയായിട്ടാണ് ചെയ്തേക്കണത്. എന്നാൽ ആലോചിച്ചേക്ക്, 1800-കളിലും 1920 അല്ലെങ്കിൽ 1950 കാലഘട്ടങ്ങളിലൊക്കെ, അതായത് ഏകദേശം ഒരു 200 വർഷം മുമ്പ് ജീവിച്ച ഈ ഭൂമിയിലുണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. ഇതൊക്കെ 1915 മുതൽ 1915, 1917 കാലഘട്ടം, ആ സമയത്തൊക്കെ ജീവിച്ച മനുഷ്യർ. എത്ര വർഷം മുമ്പല്ലേ. ഇങ്ങനെ കുറേ ശവക്കല്ലറൊക്കെ ഉള്ളത് കൊണ്ട് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ജീവിച്ചിരുന്നത് നമുക്ക് മനസ്സിലാക്കാം 200 വർഷം കഴിഞ്ഞാലും അല്ലേ. 200 അല്ലെങ്കിൽ 300, 500 വർഷം കഴിഞ്ഞാലും അറിയാൻ പറ്റും. പക്ഷെ ഞാൻ ആലോചിക്കായിരുന്നു, ഈ 200 പോട്ടെ, 100 വർഷം മുമ്പ് വരെ ജീവിച്ചിരുന്ന ആരെങ്കിലൊക്കെ നമുക്കറിയാവോ? ഇത് എത്ര പേരെ അറിയാം? പ്രശസ്തരായവരെ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യവും. നമ്മളും ഈ പറയുന്ന പോലെ നമ്മുടെ ഒരു ഒപ്പ് ഇട്ടിട്ട് പോയില്ലെങ്കിൽ, ഒപ്പം എന്ന് പറഞ്ഞാൽ വെറുതെ പേപ്പറിൽ ഒപ്പിടുന്ന കാര്യമല്ല, നമ്മൾ ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു
സിഗ്നേച്ചർ ഇടാണ്ട് പോയി കഴിഞ്ഞാൽ ഒരു 100 വർഷം കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കുന്നൊരു പോലും ഒരു മനുഷ്യൻ പോലും അറിയത്തില്ല. എന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളുടെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പനെ ആർക്കെങ്കിലും അറിയാവോ? അപ്പൂപ്പനെ അറിയായിരിക്കും, ചിലപ്പോൾ ചിലവർക്ക് അപ്പൂപ്പൻ്റെ അച്ഛനെ അറിയായിരിക്കും, അതിൻ്റെ അപ്പുറത്തുള്ളവർക്ക് തലമുറേനെ ആർക്കെങ്കിലും അറിയാം, ആർക്കും അറിയില്ല. അതുപോലെ ഇരിക്കും നമ്മുടെ കാര്യമൊക്കെ. ഇപ്പം എൻ്റെ കാര്യം എടുക്കുക, എൻ്റെ മക്കൾ, അവരുടെ മക്കൾക്ക് ഞാൻ അപ്പൂപ്പനായിരിക്കും. അതിനുശേഷം അവരുടെ മക്കളെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവരുടെ മക്കൾ ഞാൻ ആരാണെന്നും കൂടി അറിയണ പോലും ഉണ്ടാവില്ല അല്ലേ? അങ്ങനെ ഇരിക്കും. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും കഴിവുകളൊക്കെ തെളിയിച്ച് നമ്മൾ പ്രശസ്തരാവുക, അങ്ങനെയാണെങ്കിൽ അറിയപ്പെടും കുറച്ച് നാളത്തേക്ക്. ഇല്ലെങ്കിൽ ആർക്കും അറിയില്ല. കുറച്ച് വർഷങ്ങൾ, 100 വർഷം വരെയൊക്കെ ചിലപ്പോൾ നമ്മളെ ഓർത്തിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, ആചരിക്കുന്ന ആൾക്കാരുണ്ടാവും, അതോടെ തീരും. അത്രേ ഉള്ളൂ മനുഷ്യ ജീവിതം.